+1 സീറ്റ് പ്രതിസന്ധിയിൽ പ്രതിഷേധിച്ച് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടറേറ്റുകൾ ഉപരോധിച്ചു. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം, പാലക്കാട് ജില്ലകളിലാണ് പ്രതിഷേധം. മലപ്പുറം കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തിയ പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചു. പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. സീറ്റ് അനുവദിക്കുന്നതിൽ ഇടത് സർക്കാർ പിശുക്ക് കാട്ടുന്നുവെന്ന് പി.കെ. കുഞ്ഞാലിക്കുട്ടി കുറ്റപ്പെടുത്തി. സീറ്റ് പ്രതിസന്ധിയിൽ ലീഗ് നേതാക്കൾ നാളെ മുഖ്യമന്ത്രിയെ നേരിൽ കാണും. പാസ്സാവുന്ന കുട്ടികൾക്ക് ഒരുപാട് കുട്ടികൾക്ക് മാർക്കുണ്ടായാലും അവർക്ക് പറ്റുന്ന സ്ഥലത്ത് പഠിക്കാൻ ഒക്കൂല. അപ്പൊ ഗവൺമെന്റ് ചെയ്യുന്ന എന്താന്ന് വിചാരിച്ചാല് സീറ്റുണ്ട് എന്നും പറഞ്ഞ് എയ്ഡഡ്, അൺഎയ്ഡഡ്, അതുപോലെ തന്നെ മറ്റുള്ളത് ഡിപ്ലോമ, അതുപോലെ പല സ്റ്റേറ്റ് ഭാരതത്തിന് സെറ്റ് ഒട്ടാകെ കൊടുക്കേണ്ട, നിർബന്ധമായി കൊടുക്കേണ്ട, മെറിറ്റ് കൊടുക്കേണ്ട എല്ലാം കൂടി ഒരു കണക്കെടുത്തിട്ട് പബ്ലിഷ് ചെയ്ത് ആളെ ഫൂളാക്കുന്ന പരിപാടിയാണ്. അങ്ങനെ ആളെ ഫൂളാക്കാൻ നോക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഇന്നിവിടെ ജനസഞ്ചയം പ്രഖ്യാപിക്കുന്നത്. 55,000 കുട്ടികൾ മലബാർ മേഖലയിൽ തുടർ വിദ്യാഭ്യാസത്തിന് സാധ്യമാകാത്ത അവസ്ഥയാണ്. ഞങ്ങൾ കോടതിയെയും സമീപിക്കും. റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു നിയമം നമ്മുടെ മുന്നിലുള്ള സാഹചര്യത്തിൽ അവകാശത്തിന് വേണ്ടിയിട്ടുള്ള, കാരണം ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഒരു ക്ലാസ്സിൽ കുറേ സീറ്റുകൾ വർദ്ധിപ്പിക്കുകയല്ലല്ലോ. ഇത് എക്സ്ട്രാ ബാച്ച് ഇല്ലാതെ ഇവിടെ ഈ ഭാഗത്ത് ഇത് പഠിക്കാൻ പറ്റില്ല. ഷഹദ് റഹ്മാൻ വിശദാംശങ്ങളുമായി. ഷഹദ്, ലീഗ് വലിയ പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്താണ് നാളെ മുഖ്യമന്ത്രിയെ കാണുന്നത് ഉൾപ്പെടെ ലീഗിന്റെ ഭാവി പരിപാടി ഈ വിഷയത്തിൽ? അനുജ, മുസ്ലിം ലീഗ് പ്രത്യക്ഷ സമരം ആരംഭിച്ചിരിക്കുകയാണ്. കാരണം ഈ ദിവസം അത്രയും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു അനുകൂലമായിട്ടുള്ള തീരുമാനം ഉണ്ടാകും എന്നൊരു പ്രതീക്ഷ മുസ്ലിം ലീഗിനുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി തീർത്തു പറഞ്ഞു ഇനി ഈ സീറ്റ് വർധനവ് ഉണ്ടാകില്ല. മാത്രവുമല്ല, ഇപ്പോൾ ഉന്നയിക്കുന്ന ആരോപണങ്ങളൊക്കെ തന്നെ രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ളത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ലീഗ് പ്രത്യക്ഷ സമരം ആരംഭിച്ചിരിക്കുന്നത്. ഇന്ന് 6 ജില്ലകളിലാണ് ജില്ലാ കളക്ടറേറ്റുകൾക്ക് മുന്നിൽ സമരം നടത്തിയത്. കാസർഗോഡ്, കണ്ണൂര്, കോഴിക്കോട്, മലപ്പുറം, വയനാട്, പാലക്കാട് ജില്ലകളിലാണ് കളക്ടറേറ്റുകൾക്ക് മുന്നിൽ സമരം നടത്തിയിട്ടുള്ളത്. കൂടാതെ നാളെ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് ഈ വിഷയം ധരിപ്പിക്കാനുള്ള ഒരു തീരുമാനം ലീഗ് MLA-മാരുടെ നേതൃത്വത്തിൽ ഉണ്ട്. ആ പശ്ചാത്തലത്തിൽ നാളെ മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് ഈ പ്രതിസന്ധിയുടെ രൂക്ഷത എത്രത്തോളമാണ് എന്നുള്ളത് അറിയിക്കും എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. കൂടാതെ വരും ദിവസങ്ങളിൽ ഈ സമരം കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള ഒരു തീരുമാനമാണ്. നമുക്കറിയാം, അടുത്ത ദിവസമാണ് ഇതിന്റെ ആദ്യ അലോട്ട്മെന്റ് ലിസ്റ്റ് പുറത്തുവിടുക. ആ ഘട്ടത്തിൽ കുറച്ചധികം വിദ്യാർത്ഥികൾക്ക് സീറ്റ് കിട്ടും. എന്നാൽ കുറെ അധികം വിദ്യാർത്ഥികൾ പുറത്തു പോവുകയും ചെയ്യും. ആ പശ്ചാത്തലത്തിൽ ഈ വിദ്യാർത്ഥികളെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രക്ഷോഭ പരിപാടികൾക്കാണ് മുസ്ലിം ലീഗ് ആസൂത്രണം ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം MSF-ന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭ പരിപാടികൾ ഈ 6 ജില്ലകളിൽ ഉണ്ടായിരുന്നു. സമാനമായ രീതിയിൽ ഇത്തവണയും അത്തരത്തിൽ ബഹുജന പ്രക്ഷോഭം സംഘടിപ്പിക്കാനാണ് ലീഗിന്റെയും MSF-ന്റെയും തീരുമാനം. അനുജ, മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധിയിലാണ് വലിയ പ്രക്ഷോഭത്തിലേക്ക് ലീഗ് കടന്നിരിക്കുന്നത്. നാളെ മുഖ്യമന്ത്രിയെ നേരിൽ കാണും. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.